ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടാണിത്. അതായത് തൃശ്ശൂർ നടത്തറ റൂട്ടിൽ ആ നടത്തറ സിഗ്നലിൽ അവിടെ നിന്ന് ആ നടത്തറ സിഗ്നലിൽ ഹൈവേ NH ആ NH നിന്ന് വെറും 3.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. 4.5 സെൻറ്റ് സ്ഥലത്ത് 1250 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടി ഒറ്റ നിലയായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ 2 സൈഡും ഫ്രണ്ട് ഭാഗം 2 സൈഡും വീതി കൂടിയ, അതായത് ഒരു 3.5 മീറ്റർ, 4 മീറ്റർ തികച്ചുണ്ടാവില്ല, ഒരു 3.5 മീറ്ററോളം വീതി കൂടിയ ടാറിംഗ് റോഡാണ്. അത് എൻഡ് റോഡാണ് അറ്റത്ത്. അതായത് സെൻറ്ററിനോട് വലിയൊരു ജംഗ്ഷനോട് ചേർന്നിട്ടുള്ള ഒരു വീടാണ്. അടുത്തൊക്കെ നല്ല വലിയ വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയാം. വർക്ക് ഒരു 85% പുരോഗമിച്ച് കഴിഞ്ഞു. ബാക്കിയുള്ള വർക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മതിലിൻ്റെ തേപ്പും സ്ലൈഡിങ് ഗേറ്റ് വയ്ക്കലും നല്ലൊരു വീതി കൂടി സ്ലൈഡിങ് ഗേറ്റാണ് ഇവിടെ വയ്ക്കുന്നത്. വീടിൻ്റെ ഈ മുൻവശത്ത് നമുക്ക് 2 കാർ കയറി കിടക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല വീതി കൂടിയ ഒരു 3.5 മീറ്ററോളം വീതി ഈ ഭാഗത്തിനുണ്ട്. വീതി കൂടിയ 2 കാർ നമുക്ക് ഇവിടെ സ്പേസ് ഉണ്ട്. ടെമ്പററി കണക്ഷനാണ് KCB. ആ ഭാഗത്ത് നമുക്ക് പെർമനൻ്റ് ആക്കുന്നതാണ്. അതുപോലെ വീടിൻ്റെ ഒരു വാൾ സൈഡ്, ഈ സൈഡ് കണ്ട അതിലൊക്കെ ടെസ്റ്റർ വർക്കാണ്. നല്ല കളർ പെയിൻറ്റിങ് വരുന്നതേ ഉള്ളൂ. നല്ല രസമുള്ള ഡബിൾ കളർ പെയിൻറ്റിങ് ആണ് ഈ വാൾ ടൈല് ടെസ്റ്റർ വർക്കായിട്ട് വരുന്നത്. നമുക്ക് കാണാം ധാരാളം വാം ലൈറ്റുകളും LED ബൾബോട് കൂടിയാണ്. അധികം കറണ്ട് ബില്ലൊന്നും അധികം വരാത്ത രീതിയിലുള്ള ബൾബുകളാണ്. എല്ലാത്തിനും സെപ്പറേറ്റ് സ്വിച്ചാണ്. ആവശ്യമെങ്കിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്താൽ മതി. നമുക്ക് കാണാം നല്ല സിറ്റ് ഔട്ടൊക്കെ നല്ല ഡബിൾ 2 പില്ലറുമേ സിറ്റ് ഔട്ടിലൊക്കെ 2 പില്ലറും അത് സ്പേസോട് കൂടിയിട്ടാണ് മറ്റേ സിറ്റ് ഔട്ട് കൊടുത്തത്. നല്ലൊരു വീതി കൂടിയ സ്പേസ് തന്നെയാണ്. അതുപോലെ ഒരു ഓപ്പൺ കിണറാണ്. കിണറിൻ്റെ ഒരു സൈഡ് വീതി കൂടിയ ബീം പോലെ വാർത്തിട്ട് കണ്ട സ്ലാബ് പോലെ പകുതിയാക്കിയ കിണർ. അതായത് വണ്ടികൾ കൂടുതൽ വന്നാൽ കയറി കിടക്കാവുന്ന രീതിയിൽ ഓപ്പൺ കിണറാണ്. അതേപോലെ ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ ആണിത്. 18-19 കാലത്തൊന്നും വെള്ളം വറ്റാത്ത ഒരു ഏരിയ. നല്ലൊരു സെൻറ്ററിനോട് ചേർന്നിട്ടാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. സൈഡിലൊക്കെ 1.5 മീറ്റർ ഗ്യാപ്പുണ്ട്. അതിലൊക്കെ ബേബി മെറ്റ് നിറച്ച് വീടിൻ്റെ മുൻവശം ഫുള്ളായിട്ട് കട്ടയൊക്കെ വിരിച്ച്, അതായത് ലോക്ക് കട്ട വിരിച്ചൊക്കെ ഭംഗിയാക്കി സ്ലൈഡിങ് ആയിട്ടും തേപ്പ് പണിയൊക്കെ എല്ലാം മതിലിൻ്റെ തേപ്പൊക്കെ കഴിഞ്ഞ് പെയിൻറ്റ് ചെയ്ത് പൊട്ടിയിട്ട് നമുക്ക് എല്ലാം ഓർഗനൈസാണ് തേപ്പ്. ഒരു വീതി കൂടിയ സിറ്റ് ഔട്ടാണിത്. വീടിൻ്റെ ഉള്ളിലത്തെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ പുറമത്തെ വർക്ക് ഈ മഴ കാരണമാണ് കുറച്ച് പെൻഡിങ് വന്നത്. അതുപോലെ ഈ സൈഡും ഡബിൾ കളറോട് കൂടിയ ടെസ്റ്റർ വർക്കാണ് വരിക. ഡബിൾ പാളി, അത് തേക്ക് കൂട്ടോട് കൂടിയാട്ടാ. പാളി ജനലുകളെല്ലാം തേക്ക് കൂട്ടുകൂടി, വാതിലും എല്ലാം തേക്ക് കൂട്ടാണ്. കയറി വരുന്നൊരു ലിവിങ് ഹാളാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഹാൾ തന്നെയാണ്. നമുക്ക് കാണാം വീതി കൂടിയ ഒരു ലിവിങ് ഹാള്. അതുപോലെ 2x4 സൈസ് വീതി കൂടിയ ടൈലാണ്. അതും അപ്പോക്സിയോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഹാളാണ്. അതുപോലെ നേരെ എത്രയും ദൂരത്താണ് നമുക്ക് കോർണർ സെറ്റ് ഇട്ടിരിക്കാവുന്ന അത്രയും സ്പേസ് ഉണ്ട് TV യൂണിറ്റിന്. അത് മൾട്ടിവുഡിലാണ് TV യൂണിറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ മുകൾ വശത്ത് നമുക്ക് കാണാം നല്ല ഇൻറ്റീരിയൽ ഡിസൈൻ വർക്കുകൾ, നല്ല കളർ പെയിൻറ്റിങ്ങും വാം ലൈറ്റും ഹാങ്ങിങ് ബൾബും. നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പുറത്തെ പണികൾ മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. അകത്തെ എല്ലാ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. അതുപോലെ നമുക്ക് കാണാം നല്ലൊരു ഷോക്കേഴ്സിന് വയ്ക്കുക. നല്ലൊരു, അതായത് ഓപ്പണാണ്. അത് മൾട്ടിവുഡിൽ തന്നെയാണ് ഷോക്കേഴ്സ് വർക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ സിംഗിൾ പാളി 2 സൈഡിലും, ഒരു ട്രിപ്പിൾ പാളി ഈ സൈഡിലും ആയിട്ട് ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് ലിവിങ് ഹാളിൽ ജനലുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ലിവിങ് ഹാളിന് ഒരു നല്ല മനോഹരമായ കാർപ്പറ്റിങ്ങിന് കൂടി ആർച്ചോട് കൂടി നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. നല്ല വിശാലമായ ഒരു ഡൈനിങ് ഹാൾ തന്നെയാണത്. പറയാതെ വയ്യ അത്രയും. അതായത് ഒരു 1250 സ്ക്വയർ ഫീറ്റ് ഒറ്റ നില എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് കൂടുതൽ. ഒരു ക്രോക്കറി യൂണിറ്റ് ഡൈനിങ് ഹാളിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നല്ല മനോഹരമായ ഒരു ഹോൾ സീലിംഗ് വർക്കാണ് ഇവിടെ. നല്ല കളർ പെയിൻറ്റിങ്ങും വാം ലൈറ്റും നല്ല മനോഹരത കൂട്ടുന്ന ഒരു വർക്ക് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്.
ഡൈനിങ് ഹാളിൽ നിന്ന് ഒരു സൈഡിലായിട്ട് ഒരു ചെറിയൊരു സ്ഥലം ഇവിടെ കമ്പ്യൂട്ടർ വയ്ക്കുന്നതിനുള്ള പോയിന്റിടം കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ അത് കുട്ടികൾക്ക് പഠിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വല്ല ദൈവങ്ങളുടെ ആരാധനയ്ക്കുന്നുള്ള വല്ല സ്പേസ് ആയിട്ട് വേണമെങ്കിൽ അതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡൈനിങ് ഹാളിൽ നിന്ന് ഒരു സൈഡിലായിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് കാണാം നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇവിടെ വാഷ് ഏരിയയും സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെയും LED ബൾബും ടെക്സ്ചർ വർക്കും നല്ല മനോഹരത കൂട്ടുന്ന രീതിയിൽ തന്നെയാണ്. അടിയിൽ നിക്കാബോർഡ് വർക്കൊക്കെ കൊടുത്തിട്ട് നല്ല മനോഹരത രീതിയിലാണ്. അതുപോലെ മുകൾ വശത്തും ഫോൾ സീലിംഗ് വർക്കുകൾ നല്ല രീതിയിൽ തന്നെയാണ് LED ബൾബുകൾ കൂടി ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ബെഡ്റൂമാണിത്. അത് ഡൈനിങ് ഹാളിൽ തന്നെയാണ് 3 ബെഡ്റൂമും തിരിയുന്നത് കേട്ടോ. ആദ്യത്തെ ബെഡ്റൂം ഒരു 14-12 സൈസ് ബെഡ്റൂമാണിത്. അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 14-12. അതുപോലെ ഫുൾ ലെങ്ത്ത് 3 പാളി ഡോറോട് കൂടിയ ഫുൾ ലെങ്ത്ത് ഒരു അലമാരി വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തൊട്ട് ചേർത്തിട്ട് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം. അറ്റാച്ച്ഡ് ബാത്റൂം 3 ബാത്റൂമിൽ വാഷ് ഏരിയയും അതുപോലെ അല്ലെങ്കിൽ ക്ലോസറ്റും ഒക്കെ സെപ്പറേറ്റ് എല്ലാതും, അതായത് എക്സോഷനുള്ള പോയിന്റും ഹീറ്ററിനുള്ള പോയിന്റും എല്ലാം നല്ല ഗ്യാരൻറ്റിയോട് കൂടിയുള്ള മെറ്റീരിയലാണ് എല്ലാ ബാത്റൂമിലും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ വീതി കൂടിയ ടൈല് തന്നെയാണ്, അത് അപ്പോക്സിയോട് കൂടി തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നാലര സെൻറ്റിൽ 1250 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ ബെഡ്റൂം ഡൈനിങ് ഹാളിൽ തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമും കൊടുത്തിട്ടുള്ളത്. ഇതൊരു 12 സൈസാണ് ഈ ബെഡ്റൂമിൻ്റെ അളവായിട്ട് കൊടുത്തിരിക്കുന്നത്. എല്ലാം ഒരു മാച്ചിങ് ഒരു യൂണിഫോം മാതിരിയാണ് ടൈൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാ ഭാഗങ്ങളിലും ലിവിങ് ഹാൾ തൊട്ട് തുടങ്ങിയത് എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കാണാം. ഇവിടെയും ഫുൾ ലെങ്ത്ത് ഒരു അലമാരി വർക്ക്, ഒരു സൈഡിലായിട്ട് ഡ്രസ്സിങ് യൂണിറ്റ് ഉണ്ട് കേട്ടോ. ഗ്ലാസ് വർക്കോട് കൂടി ഒരു സൈഡിൽ ഡോർ, അടിയിൽ ഡോറും നമുക്കിവിടെ കാണാം. തൊട്ട് ചേർന്നിട്ട് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം. വീതി കൂടിയ ടൈൽ തന്നെയാണ് ഈ ബാത്റൂമിലും എല്ലാ ബാത്റൂമുകളിലും ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഗ്യാരൻറ്റിയോട് കൂടിയ മെറ്റീരിയലാണ് എല്ലാ ബാത്റൂമുകളും. അതൊരു 10 കൊല്ലത്തോളം ഗ്യാരൻറ്റിയുള്ള ഫിറ്റിങ്സ്. മൂന്നാമത്തെ ബെഡ്റൂം അതും ഡൈനിങ് ഹാളിൽ തന്നെയാണ്. നമുക്ക് കാണാം മൂന്നാമത്തെ ബെഡ്റൂമും ഡൈനിങ് ഹാളിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് അധികം വലിപ്പമില്ലാത്തൊരു ഒരു ബെഡ്റൂമാണ്. ഇതൊരു 10-12 സൈസ് അളവാണ് ഈ ബെഡ്റൂമിന് അളവായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഡ്രസ്സിങ് യൂണിറ്റോട് കൂടിയിട്ട് സൈഡിൽ കാണാൻ നമുക്ക് മിററും ഒരടിയിലൊരു കബോർഡും 3 പാളി വീതി കൂടിയ അലമാരി വർക്കും കാണാം. ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. അതിന് പകരം നമുക്ക് വർക്ക് ഏരിയയിൽ ഒരു കോമൺ ബാത്റൂം സെപ്പറേറ്റ് കൊടുത്തിട്ടുള്ളതാണ്. നല്ലൊരു കിച്ചണാണിത്. നല്ലൊരു ഡിസൈനോട് കൂടി ഗ്ലാസ് ഡോറിൻ്റെ ഡിസൈനോട് കൂടി നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിക്കും. ഇതും ഒരേ മാച്ചിങ് ടൈൽ തന്നെയാണ് ഇവിടെ, വീതി കൂടിയ ടൈൽ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല രസത്തിലുള്ള കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. UV ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഗ്യാരൻറ്റിയുള്ള മെറ്റീരിയലാണത്. ധാരാളം കബോർഡ് വർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ പ്രത്യേകത കിഴക്കോട്ടാണ് ഈ വീടിൻ്റെ ദർശനം. നമ്മൾ കിഴക്കോട് സൈഡിലേക്ക് നമ്മൾ അടുപ്പിനുള്ള സ്പേസ്, അതായത് ചിമ്മിനിക്കുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലേക്ക്. അതുപോലെ 3 സൈഡിലും ചുമരിൽ വാൾട്ടൈലുകൾ കൊടുത്തിരിക്കുന്നു. റാക്കിനുള്ള സ്പേസ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് വർക്ക് ഏരിയയ്ക്ക് കിടക്കുന്നു. ഇവിടെയും ഒരേപോലെ തന്നെയാണ് ടൈൽ ഉപയോഗിച്ചിരിക്കുന്നത്. കിഴക്കോട്ട് കർശനമായിട്ടാണ് ഇവിടെ ഒരു പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട്. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് വേണമെങ്കിൽ മാറ്റണമെങ്കിൽ ചില ആളുകൾ മാറ്റാൻ പറയും. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കിച്ചണിൽ നല്ല സ്പേസോട് കൂടി വർക്ക് ഏരിയ ആണ് കേട്ടോ.
ഒരു സൈഡിലേക്കായിട്ട് പുറത്തേക്ക് പ്രൊജക്ഷനായിട്ടുള്ള വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നുണ്ട്. കരിപാത്രങ്ങളൊക്കെ കഴിക്കുന്നുള്ള ഇതില്ല, പുറത്തേക്ക് തള്ളിയിട്ടാണ് ഇവിടെ വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നത്. തൊട്ട് ചേർന്നിട്ടൊരു വാഷിംഗ് മെഷീനുള്ള പോയിന്റുള്ള സൈസ് സ്പേസും മുകളിൽ കബോർഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഒരു വർക്ക് ഏരിയയിലായിട്ട് ഒരു കോമൺ ബാത്റൂം. ഇത് പണി സാധനങ്ങളെല്ലാം നിറച്ച് വെച്ചിരിക്കുകയാണ്. കാണാൻ നേരം നമുക്ക് വാഷ് ഏരിയ ഉണ്ട്, അതുപോലെ ക്ലോസറ്റും യൂറോപ്യൻ ക്ലോസറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലഷോട് കൂടി തന്നെയാണ്. ഇവിടെ വീതി കൂടി ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പാർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്ന ഭാഗം. ഈ ഭാഗത്തെല്ലാം ടൈല് പാകണമെങ്കിൽ ടൈലോ അല്ലെങ്കിൽ നമുക്ക് ബേബി മെറ്റൽ. അതുപോലെ ഈ സൈഡിലൊക്കെ മതിൽ ഇപ്പോൾ കെട്ടി വരുന്നതേ ഉള്ളൂ. ആ ഭാഗത്തെ സൈഡ് കെട്ടി വരുന്നു. അങ്ങനെ ബാക്കിലേക്ക് നമ്മൾ എല്ലാ ഭാഗവും അടച്ചുറപ്പാക്കി ഗേറ്റ് സ്ലൈഡിങ് ഗേറ്റ് വെച്ച് നമ്മൾ താക്കോല് തരുന്നതായിരിക്കും. എല്ലാ വർക്കും നിരീക്ഷിച്ചിട്ടാണ് ഇതിൻ്റെ ഉടമ നമുക്ക് താക്കോല് തരിക. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 10 കിലോമീറ്റർ ദൂരവും, അതുപോലെ നടത്ര സെൻറ്റർ, അതായത് നമ്മൾ ആ സിഗ്നലിൻ്റെ അവിടെ നിന്ന് ഒരു 3.5 കിലോമീറ്റർ ദൂരവും, ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 150 മീറ്റർ ദൂരം മാത്രമാണ് ഇവിടേക്ക് ആയിട്ടുള്ളത്. വെറും 150 മീറ്റർ ഉള്ളൂ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഈ വീട്ടിലേക്ക്. അതുപോലെ സ്കൂളുകളായാലും ആരാധനാലയങ്ങളായാലും കടകളായാലും സൂപ്പർ മാർക്കറ്റായാലും ഒക്കെ ഒരു 600 മീറ്റർ ചുറ്റളവിൽ തന്നെയുണ്ട്. നല്ല ധാരാളം വീടുകളുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണിത്. കിഴക്കോട്ട് ദർശനമായിട്ട് വാസ്തുവിധി പ്രകാരം തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക. ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കുകളിൽ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ്. അടുത്തൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നത് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.